കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നിവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇതാദ്യമായിട്ടാണ് ഞാനിവിടെ വിലയേറിയ ദേവദാസന്മാരെ നിന്ന് പ്രസംഗിച്ച ഒരു പ്രസംഗപീഠമാണിത്. അവിടെ ഈ എളിയവനായ എനിക്ക് ഇങ്ങനെ സംസാരിക്കുമെന്നൊക്കെ ദൈവം ഒരുക്കിയ സാഹചര്യത്തിൽ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രിയ ദൈവദാസനിലൂടെ വളരെയധികം അനുഭവ സമ്പന്നമായ കാര്യങ്ങളും കർത്താവിൻ്റെ പ്രവൃത്തികൾ തന്നിലൂടെ ദൈവം തികച്ചെടുത്തതും അവണ്ണം തന്നെ വലിയൊരു ദർശനം ദൈവദാസന് കൊടുത്തതുമായിട്ട് നമ്മളോട് ഇന്ന് പ്രാർത്ഥന വിഷയമായിട്ട് പറഞ്ഞുവല്ലോ. ഞങ്ങളത് ദിനംതോറും പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. അത് ദൈവം അതിൻ്റെ ആ പൂർണ്ണ അവസ്ഥയിൽ നിവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. അധികം വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരാം. ഇന്ന് പകൽക്കാലത്ത് നമ്മുടെ ചിന്തയ്ക്കായിട്ട് 1 തെസ്സലോനി 5-ാം അധ്യായം അതിൻ്റെ 8, 9, 10 വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിക്കണമേ. നാമം പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമുള്ളവരായിരിക്കുക. ദൈവം നമ്മ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടി ജീവിച്ചിരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കുവാനത്രേ നിയമിച്ചിരിക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീതിയുള്ള ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, തിരുക്കരങ്ങളിലേക്ക് ഈ വചനങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ഈ വചനങ്ങൾ കേൾക്കുന്നവരും കർത്താവേ, ഈ വചനങ്ങൾ ഹല്ലേലൂയ സംസാരിക്കുന്ന അടിയനെയും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കാവും. ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരേണ്ടത് അവിടെ നിധിയാക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരാസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. ഹല്ലേലൂയ. അപ്പൊ നാം എന്തിനുള്ളവരാ? നാം പകലിനുള്ളവരാണ്. സ്തോത്രം. പകലിനുള്ളവരാകുന്നു എന്ന് പറയുമ്പോൾ നമ്മളിൽ ഇരുട്ടിന്റെ പ്രവൃത്തികൾ അശേഷം വരാൻ പാടില്ല, അല്ലെ? നമ്മൾ പൂർണ്ണമായിട്ടും പകലിനുള്ളവരാ, വെളിച്ചത്തിൽ നടക്കുന്നവര്, മറ്റുള്ളവർക്ക് വെളിച്ചമായിരിക്കേണ്ടവര്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മളിൽ ഇരുട്ടിന്റെ പ്രവൃത്തികളൊന്നും നമ്മളിൽ കടന്നു വരുവാൻ ഒരു നാളും നമ്മൾ അനുവദിക്കരുത് എന്നാണ് ആ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്. അവിടെ വിശ്വാസവും സ്നേഹവും എന്ന കവചവും. അപ്പോൾ പകലിനുള്ളവരുടെ ഒരു പ്രത്യേകത വിശ്വാസവും സ്നേഹം എന്ന കവചവും ധരിച്ചു കൊള്ളണം. അപ്പോൾ ഈ പകലിനുള്ളവർക്ക് ധരിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ വെളിച്ചത്തിലിരിക്കുന്നവര് ഒരു കവചം അവർ ധരിക്കണം. ആ കവചമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസവും സ്നേഹവും എന്ന കവചം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പകലിൽ ഉള്ളവരെന്ന് നമുക്ക് നമ്മളെ തന്നെ പറയാൻ കഴിയാതെ പോകും. അപ്പോൾ വിശ്വാസവും സ്നേഹവും കൊണ്ട് നമ്മളെ തന്നെ കവർ ചെയ്യുന്ന ഒരു അനുഭവം. അതില്ലെങ്കിൽ നമ്മളെപ്പോഴും അതൊന്ന് പരിശോധിക്കണം നമ്മുടെ ജീവിതത്തിൽ. ഞാൻ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ? സ്നേഹം എന്നിൽ നിറഞ്ഞിരിക്കുന്നുവോ? നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ അതൊന്ന് അന്വേഷിക്കാറുണ്ടോ? നമ്മൾ ദിനംതോറും, ചില ആൾക്കാരാണെങ്കിൽ യാമങ്ങൾ തോറും പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട്, അല്ലെ? രാവിലെ പ്രാർത്ഥിക്കും, ഉച്ചക്ക് പ്രാർത്ഥിക്കും, വൈകിട്ട് പ്രാർത്ഥിക്കും, അർദ്ധരാത്രിക്കൊക്കെ പ്രാർത്ഥിക്കും. അപ്പോഴെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രാർത്ഥനയ്ക്ക് മുമ്പേ കർത്താവേ, എന്റെ മുമ്പിലെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ അവിശ്വാസത്തിന്റെ എന്തെങ്കിലും വാക്ക് എന്റെ ജീവിതത്തിൽ വന്നു പോയോ? സ്നേഹത്തിന് എന്തെങ്കിലും എനിക്കൊരു കുറവ് സംഭവിച്ചോ? ഞാൻ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ എന്റെ സ്നേഹത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടോ എന്ന് നമ്മൾ ശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം നാം പകലിനുള്ളവരാ. ആ കാര്യം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മറന്നു പോകാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ വളരെ പെട്ടെന്ന് തന്നെ വചനത്തിലേക്ക് അത് പറഞ്ഞു തീർക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം.
അപ്പൊ നാമോ പകലിലുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചം ശിരാസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. മാത്രമല്ല രക്ഷയുടെ ശിരാസ്ത്രം അതും കൂടി നമ്മൾ ധരിക്കണം, അല്ലെ? ശിരാസ്ത്രം ധരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ തലയ്ക്ക് ഒരു സംരക്ഷണം വേണം, അല്ലെ? സ്തോത്രം. പിന്നെ നമ്മൾ സ്കൂട്ടറിലൊക്കെ യാത്ര ചെയ്യാൻ നേരത്താണ് ഈ ഹെൽമറ്റ് ഒക്കെ വെച്ചുകൊണ്ട്, അത് നിർബന്ധമാണ്, നമ്മുടെ ഗവൺമെന്റിന് അത് നിർബന്ധമാണ്. അത് നമ്മുടെ തന്നെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവരത് പറയുന്നത്. എന്നതുപോലെ തന്നെ നമ്മുടെ ശിരാസ്ത്രമായ രക്ഷയുടെ പ്രത്യാശ. അപ്പൊ ഈ രക്ഷയുടെ പ്രത്യാശ ഇത്രക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ തലയെ, അതായത് നമ്മുടെ രക്ഷയെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ, രക്ഷയിൽ നമ്മൾ നിലനിൽക്കുന്നുണ്ടോ, രക്ഷയുടെ പ്രത്യാശയിൽ നമ്മൾ ആയിരിക്കുന്നുവോ എന്നുള്ള കാര്യം നമ്മളെ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ പരിശോധിക്കണം. സ്തോത്രം. നമ്മളെ എല്ലാവരും രക്ഷിക്കപ്പെട്ടതാണ്. അപ്പൊ ആ രക്ഷിക്കപ്പെട്ട ആ രക്ഷയുടെ സന്തോഷം നമ്മൾ എപ്പോഴും അനുഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ നിരാശയിലാണോ ആയിരിക്കുന്നത്? സ്തോത്രം. രക്ഷയുടെ സന്തോഷം എപ്പോഴും നമ്മൾക്ക്, രക്ഷയുടെ ആ പ്രത്യാശ എപ്പോഴും നമ്മൾ മുറുകെ പിടിച്ചുകൊള്ളുന്നവരായിരിക്കണം. ആ പ്രത്യാശ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിശ്വാസം കൊണ്ട് കാര്യമില്ല, അല്ലെ? നമ്മൾ രക്ഷിക്കപ്പെട്ടാന്ന് പറഞ്ഞിട്ട് വിശേഷമില്ല. അത് എപ്പോഴും നമ്മൾ ആ രക്ഷയുടെ പ്രത്യാശയിൽ തന്നെ നിൽക്കുന്നുവോ എന്ന് നമ്മൾ പലപ്പോഴും നമ്മൾക്ക് വിശ്വാസികളുടെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവര് രക്ഷിക്കപ്പെട്ടതാണോ എന്നൊരു സംശയം തോന്നും. സ്തോത്രം. എന്താണ്? നിരാശയുടെ വാക്കുകളാണ് വായിൽ നിന്ന് വരുന്നത്. രക്ഷിക്കപ്പെടും ഒരു വ്യക്തിക്കും അങ്ങനെ ഒരു വാക്ക് വരേണ്ട കാര്യമില്ല. കാരണം ആ വലിയ രക്ഷ, അതിന്റെ പ്രാധാന്യം എത്രമാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരിക്കലും നമ്മൾക്ക് നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല. സ്തോത്രം. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുമ്പോൾ അത്രക്ക് വലിയ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറമാണ് ഈ രക്ഷയുടെ സന്തോഷം. അല്ലെങ്കിൽ ആ രക്ഷ എന്ന് പറയുന്നത് അത്ര വിലയേറിയതാണ്. സ്വർഗസ്ഥനായ പിതാവിന്റെ ഓമനപുത്രൻ നമുക്ക് വേണ്ടിയിട്ട് ഈ താണഭൂമിയിലേക്ക് കയറി വന്ന ഈ വലിയ രക്ഷ നമ്മൾക്ക് നൽകിയെങ്കിൽ ആ രക്ഷ എത്ര വലിയതാണ്, അല്ലെ? സ്തോത്രം. നിസ്സാരമായ ഒരു കുഞ്ഞാടിനെ കൊടുത്തിട്ടല്ല നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്, അല്ലെങ്കിൽ വെള്ളിയോ പൊന്നോ അല്ല നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവം ഉപയോഗിച്ചത്. തന്റെ ഓമനപുത്രനായ ക്രിസ്തു യേശുവിനെ നമ്മൾക്ക് വേണ്ടി ദാനമായി തരികയാണ്. തന്റെ സമ്പത്തായിരിക്കുന്ന ഓമനപുത്രൻ, ആ രക്ഷകനെ നമ്മൾക്ക് വേണ്ടിയിട്ട് കർത്താവ് ദാനമായി തന്നുവെങ്കിൽ ആ രക്ഷ ഒരു ചെറിയൊരു രക്ഷയല്ല, അത് ഏറ്റവും വലിയ രക്ഷ. നമ്മൾക്ക് ജീവിതത്തിൽ ലഭിക്കാവുന്നതിന്റെ ഏറ്റവും വലിയ ഒരു മഹത്തരമായ, നമ്മുടെ സമ്പത്തായ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായ ആ രക്ഷയെ നമ്മൾ ഒരു നാളും എന്ത് ചെയ്യരുത്? വില കുറഞ്ഞതായിട്ട് കാണരുത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട നാം എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ആ രക്ഷയിൽ നമ്മൾ എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം. കർത്താവേ, എന്റെ കഴിഞ്ഞ ജീവിതം എങ്ങനെയായിരുന്നു, ഇപ്പോൾ നീ എന്നെ എങ്ങനെ ആക്കിയിരിക്കുന്നു. സ്വർഗീയ കുടുംബത്തിൽ നമ്മളെ അംഗങ്ങളായിട്ട് ചേർത്തിരിക്കുന്നു. ഈ രക്ഷയാണ് നമ്മളെ അതിന് കാരണമാക്കി തീർത്തത്. അപ്പോൾ ഈ രക്ഷയുടെ പ്രത്യാശ, ആ പ്രത്യാശ എപ്പോഴും നമ്മൾക്കുണ്ടായിരിക്കണം. സ്തോത്രം. ഈ രക്ഷയുടെ പ്രത്യാശ എപ്പോഴും നമ്മൾ വെറുതെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പ്രത്യാശ ഉണ്ടായിരിക്കണം നമ്മൾക്ക്. എന്താണ് നമ്മുടെ പ്രത്യാശ? കർത്താവിനോടുകൂടെ നമ്മൾ തേജസ്കരിക്കപ്പെടുവാനായിട്ട് പോകുന്നു. ഈ നമ്മുടെ അഴിഞ്ഞു പോകുന്ന ഈ ബലഹീനമായ ശരീരത്തിൽ നിന്നും രോഗങ്ങളും വേദനകളും ദുഃഖങ്ങളും നിറഞ്ഞ ഈ ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് രക്ഷ പ്രാപിച്ചപ്പോൾ എന്താണ് നമ്മൾക്ക് കിട്ടിയത്? തേജസ്സിന്റെ ഒരു ശരീരം കർത്താവ് നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഈ രക്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ അനവധി കാര്യങ്ങളുണ്ട്. അത് മഹത്തരമായ രക്ഷയാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കള് ആ രക്ഷയുടെ മാഹാത്മ്യം എന്തെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി തീരണം. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ വാക്യത്തിൽ നിന്നും വിരമിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. രക്ഷയുടെ
പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടി ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. ഇവിടെ നാം പകലിലുള്ളവരെന്ന് ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു. എന്താണ് ഈ പകലിലുള്ളവർ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്ന ഒരു അധ്യായമുണ്ട്. അത് ഏത് അധ്യായമാണ്? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എന്താണ് പകലിനുള്ളവർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം പകലിനുള്ളവർ എന്ന് അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. എഫേസ്യർ 5:1 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുകയും ക്രിസ്തുവും നിങ്ങൾ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടത്തുകയും ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേര് പറയുക പോലും വരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക് ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും വരുത്. സ്തോത്രമത്രേ വേണ്ടത്. ദുർനടപ്പുകാരെ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 10 വരെ വായിച്ചിട്ടുണ്ട്. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിന് വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിനുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. സ്തോത്രം. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വെളിച്ചത്തിലുള്ളവർ എങ്ങനെയായിരിക്കണമെന്നുള്ളതിനെ കുറിച്ച് 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെ വായിക്കുമ്പോൾ നമ്മൾക്ക് വെളിച്ചത്തിലുള്ളവരും ഇരുളിലുള്ളവരും തമ്മിലുള്ള ആ കാര്യങ്ങൾ നമ്മൾക്ക് അവിടെ അറിയാൻ കഴിയും. നമ്മൾ ഇങ്ങനെയാണല്ലോ വായിച്ചത്. ദുർനടപ്പ്, യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പരക പോലും അരുത്. അത് ചെയ്യരുതെന്നല്ല പറയുന്നത്, പിന്നെയോ പേര് പോലും പറയരുത്. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം മറ്റുള്ളവരുടെ മുമ്പാകെ നമ്മൾ ഉണ്ടാക്കരുത്. അവിടെ പോലും നമ്മൾ എന്ത് വേണം? അവിടെ പോലും നമ്മൾ സൂക്ഷിച്ച് നടക്കണം. വെളിച്ചത്തിലുള്ളവര് സൂക്ഷിക്കേണ്ട അത്യാവശ്യ കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു നാളും നമ്മുടെ ജീവിതത്തിൽ അത് പേര് പറയുവാൻ പോലും ഇല്ലാത്തവണ്ണം നമ്മൾ സൂക്ഷിച്ച് നടക്കേണ്ടതാണ്. ഇവിടെ അതിന്റെ 6-ാം വാക്യങ്ങൾ, വെറുതെ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. അപ്പോൾ ഇരുളിലുള്ളവരുടെ പ്രവർത്തികളാണ് നമ്മൾ മുമ്പേ വായിച്ചത്. ആ ഇരുളിൽ നമ്മൾ ഒരിക്കലും കൂട്ടാളികളാകരുതെന്നാണ് നമ്മൾക്ക് ഇവിടെ തരുന്ന മുന്നറിയിപ്പ്. എന്നിട്ട് താഴേക്ക് വായിക്കുകയാണ്, സകല സൽഗുണവും നീതിയും സത്യമല്ലോ വെളിച്ചത്തിന്റെ ഫലം. അപ്പൊ വെളിച്ചത്തിനൊരു ഫലമുണ്ട്. അതാണ് പറയുന്നത്, സൽഗുണവും സത്യവും നീതിയുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളിയാകരുത്. അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെക്കുറിച്ചും വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വെളിച്ചത്തിലുള്ളവര് ഈ ഇരുട്ടിന്റെ പ്രവൃത്തികൾ എന്ത് ചെയ്യണം? ശാസിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഈ വെളിച്ചത്തെ കുറിച്ച് ബോധം വരുന്നത്. നമ്മൾ ഇരുട്ടിന്റെ പ്രവൃത്തികൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ശാസിക്കാതിരുന്നാലോ കുഴപ്പമില്ല, അത് നിസ്സാരമെന്ന് എണ്ണിയാലോ നമ്മൾക്ക് അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കാൻ പറ്റില്ല. നമ്മൾ തെസലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ വായിച്ചു, നിങ്ങൾ സുബോധമുള്ളവരായിരിക്കുക എന്ന് വായിച്ചു അല്ലെ? അപ്പോൾ ഇരുട്ടിന്റെ പ്രവർത്തികളുടെ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്യണം?
നമ്മൾ അതിനെ ശാസിക്കണം. വെളിച്ചത്തിൽ ഉള്ളവരുടെ അല്ലെങ്കിൽ വെളിച്ചത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു പ്രത്യേകതയാണ് ഇരുട്ടിന്റെ പ്രവർത്തികൾ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ശാസിക്കണം. സ്തോത്രം. വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അരമണിക്കൂറല്ല നമ്മൾക്ക് സമയമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വീണ്ടും ഒന്നുകൂടി നമ്മൾക്ക് കടന്നു വരാം. അവിടെ നമ്മൾ ഇങ്ങനെ അതിന്റെ 10-ാം വാക്യം ഒന്നുകൂടി നമ്മൾക്ക് വായിക്കാം. 10-ാം വാക്യം. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നു രക്ഷ പ്രാപിപ്പാനാണ് നിയമിച്ചിരിക്കുന്നതെന്ന്. അപ്പൊ നമ്മളോട് ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ, പ്രിയ സ്നേഹിത, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? രക്ഷിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന വാക്യ നിമിത്തം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലേ? രക്ഷ പ്രാപിപ്പാൻ എത്രയെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടതല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് രക്ഷ പ്രാപിക്കുക എന്ന് പറയുന്നത്? സ്തോത്രം. അപ്പോൾ രക്ഷിക്കപ്പെട്ടതാണെങ്കിലും നമ്മുടെ രക്ഷയുടെ ആ പൂർത്തീകരണത്തിലേക്ക് വന്നിട്ടില്ലല്ലേ. കർത്താവ് നമ്മൾക്ക് പൂർത്തീകരിച്ച് തന്നു. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വീണ്ടും ഈ ഭൂമിയിൽ ഇത് ജീവിക്കണം. പാപം നിറഞ്ഞ ഈ ഭൂമിയിൽ വളരെയധികം പാപത്തിലേക്ക് വീഴുവാൻ ചാൻസ് ഉള്ള ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു. മാത്രമല്ല രക്ഷിക്കപ്പെടാൻ നമ്മൾക്കൊരു വലിയ പ്രവൃത്തിയും ദൈവം നമ്മൾക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം, അല്ല ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, അതിന്റെ സ്തോത്രം 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം നമ്മൾക്കൊന്ന് വായിക്കാം. ഫിലിപ്പിയർ. പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. സ്തോത്രം. അപ്പോൾ രക്ഷ പ്രാപിച്ചെന്ന് പറയുന്ന നമ്മള് ഭയത്തോടും വിറയലോടും കൂടി എന്ത് ചെയ്യണം? നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. സ്തോത്രം. അപ്പൊ നമ്മുടെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നുകൊണ്ട് കാര്യമാണ്. സ്തോത്രം. ഭയത്തോടും വിറയലോടും കൂടി അതിനു വേണ്ടിയിട്ട് പ്രവർത്തിപ്പീൻ എന്നാ പറയുന്നത്. അപ്പോൾ പ്രവർത്തിക്കാതിരുന്നാലും നമ്മുടെ ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വല്ല പ്രയോജനമുണ്ട്. സ്തോത്രം. അപ്പോൾ ഭയത്തോടും വിറയലോടും ഞാൻ അത്രയും പറഞ്ഞേ. അതിന് താഴെ 1-2 കാര്യം കൂടി നമ്മൾ വായിക്കാൻ താല്പര്യപ്പെടുന്നത്. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും ദൈവമല്ലോ പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തി ചെയ്യേണ്ടത്? പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. പിറുപിറുപ്പാനുള്ള സാഹചര്യമൊക്കെ അവിടെ ഉണ്ടാകും അല്ലെ. സ്തോത്രം. നമ്മൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ഭയത്തോടും വിറയലോടും കൂടി പ്രവർത്തിക്കുമ്പോൾ ആ പ്രവൃത്തിയെ ഒന്ന് ഇടിച്ചു താഴ്ത്തുവാനും അതല്ലെങ്കിൽ അതിന്റെ നേരെ നമ്മൾക്ക് പല പ്രയാസങ്ങളും നേരിടും അല്ലെ. അതിന് മുന്നറിയിപ്പ് എന്നോണം ദൈവദാസം ഇവിടെ കർത്താവിന്റെ അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്, നിങ്ങൾ പെറുവെറുപ്പും വാദവും കൂടാതെ അത് ചെയ്യണം. സ്തോത്രം. അതിനിടക്ക് പല തടസ്സങ്ങളും നമ്മൾക്ക് നേരിടാം. അവിടെ എങ്ങനെയാണ് ഈ തലമുറ എങ്ങനെയാണെന്ന് പറയുന്നത്? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ് നമ്മൾ ഈ പ്രവൃത്തി ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾക്ക് വെറുവെറുപ്പും വാദവും കൂടാതെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരണം, കഴിയണം. ദൈവത്തിന്റെ സ്തോത്രം. എത്ര വലിയ ദൈവകൃപ നമ്മൾക്കുണ്ടെങ്കിൽ അത് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയും. ദൈവത്തിന്റെ സ്തോത്രം. അതേപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ എന്തെന്നാ വായിക്കുന്നത്? അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ. സ്തോത്രം. കണ്ടോ? അവസാനത്തിൽ ഈ പിറുപിറുപ്പും വാദത്തിന്റെയൊക്കെ മധ്യത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം?
അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവന് മാത്രമേ എന്തുള്ളൂ? രക്ഷിക്കപ്പെടൂ. അല്ലെ? അങ്ങനെയല്ലേ വായിച്ചത്? എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ആ ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഒരു വാക്യം കൂടെ നമ്മൾക്ക് വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം, അതിന്റെ 1-ാം അധ്യായം, 1:4. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ഇവിടെ പറഞ്ഞൊരു വചനം കേട്ടോ. അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ രക്ഷ എപ്പോഴാണ് വെളിപ്പെടുന്നത്? അന്ത്യകാലത്ത്. അന്ത്യകാലത്താണ് ഈ രക്ഷ വെളിപ്പെടാൻ പോകുന്നത്. അതുവരെ നമ്മൾക്ക് ഇവിടെ ഭയത്തോടും വിറയലോടും കൂടി ഒരു പ്രവൃത്തി ദൈവം നമ്മുടെ മുമ്പാകെ വെച്ചിരിക്കുക. അപ്പൊ ആ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അല്ലാണ്ട് നമ്മള് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടു ബ്രദറെ, ഞാൻ സ്നാനപ്പെട്ടു, അത് മതിയോ? തീർച്ചയായിട്ടും അത് പോരാ. നമ്മുടെ ജീവിതം എങ്ങനെയാണെന്നുള്ള കാര്യം ആ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15-ാം വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യം അവിടെ പറയുന്നുണ്ട്. ഒന്നുകൂടി 5:15 എന്താണെന്ന് നോക്കിയാൽ, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവേൻ. അപ്പൊ നമ്മുടെ അല്ലെ പല നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സൂക്ഷ്മതയില്ലാതെ ജീവിക്കുന്ന പല അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അവിടെ ഒത്തിരി പേരെ നമുക്ക് കാണാം. വാക്കുകൊണ്ട് ഓരോ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ഭയമില്ലാതെ പ്രയോഗിക്കുന്നത്. സ്തോത്രം. നമ്മുടെ വാക്കിനെ ദൈവം ന്യായം വിധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഓരോ വാക്കിനും ന്യായവിധി ഉണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മൾ എത്രമാത്രം ഭയത്തോടെയാണ് ഈ പ്രവൃത്തി ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ഓരോ വാക്കിന് ന്യായവിധി ഉണ്ടെങ്കിൽ പിന്നെ അപ്പുറത്തെ പ്രവൃത്തികളൊന്നും പറയാതിരിക്കണം നല്ലത്. സ്തോത്രം. അപ്പോൾ വളരെ ഭയത്തോടും ഭക്തിയോടും കൂടി നമ്മൾ ഈ കർത്താവിന്റെ വേല ചെയ്യേണ്ടതുണ്ട്. നമ്മളെ ഒരു ചെറിയൊരു വിളിയല്ല വിളിച്ചിരിക്കുന്ന, വലിയൊരു കോളിംഗാണ് നമ്മൾക്കുള്ളത്. അത് നിസ്സാരമല്ല. ആ രക്ഷ എന്ന് പറയുന്നത് വലുതാണ്. അത് അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി വേണം നമ്മൾ അതിനെ കാണുവാനായിട്ട്. ദൈവത്തിന്റെ സ്തോത്രം. പിന്നെയും ഈ തെസലോനിക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ ഞാൻ നിർത്താൻ പോവുകയാണ് കേട്ടോ. സമയം പരിമിതമായതുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുകയാണ്. സ്തോത്രം. എന്താണ്? ദൈവം നമ്മെ കോപത്തിനല്ല എന്ന് വിളിച്ചിരിക്കുന്നത്. 5:10 പറയും, ദൈവം നമ്മളെ കോപത്തിനല്ല വിളിച്ചിരിക്കുന്നത്. ശരിയാണ്, നമ്മളെ ദൈവം കോപത്തിനല്ല വിളിച്ചിരിക്കുന്ന, അല്ലെ? യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് വിട്ടത് എന്തിനാ? ന്യായം വിധിക്കാനല്ല, അവനാൽ നമ്മൾ രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ കോപത്തിലേക്ക് തള്ളിക്കളയുവാനല്ല, കോപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനാണ് നമ്മൾ വിളിച്ചത്. ദൈവത്തിന്റെ കോപാഗ്നിയിലേക്ക് പോകാതിരിക്കാൻ വീണ്ടെടുക്കുവാനാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മൾ ഇനി ഒരിക്കലും കോപത്തിൽ വീഴില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. വിളിച്ചത് കോപത്തിനായിട്ടല്ലെങ്കിലും നമ്മൾ സഹികെട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ദൈവം നമ്മൾ നേരെ കോപിക്കും. ദൈവത്തിന് അത് മറന്നു പോകരുത്. സ്തോത്രം. ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം, ആ വായിച്ചതിനകത്ത് തന്നെ നമ്മൾക്കത് കാണാൻ കഴിയും, അല്ലേ? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ, വെറുതെ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്, ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കേട്ടവരുടെ മേൽ വരുന്നത്. സ്തോത്രം. അപ്പോൾ വ്യർത്ഥവാക്കിൽ, ഈ പറയുന്നത് മാത്രമല്ല, ഏതെങ്കിലും വ്യർത്ഥവാക്കിൽ നമ്മൾ കുടുങ്ങിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിന്റെ കോപം അനുസരണം കെട്ടവരിൽ. സ്തോത്രം. പറയാൻ നേരമില്ലെങ്കിൽ ഞാൻ വാക്കുകൊണ്ടൊന്നും പറഞ്ഞു പോകാം. ഒരു വ്യർത്ഥ വാക്ക് നിമിത്തം ദൈവത്തിന്റെ കോപം അനുഭവിക്കേണ്ടി വന്ന ഒരു പ്രവാചകനെ നമുക്ക് കാണാൻ കഴിയും.
അനവധി ആൾക്കാരുണ്ട്. എങ്കിലും ദൈവം തന്നെ ഏൽപ്പിച്ച ആ പ്രവൃത്തി വിശ്വസ്തയോടെ ചെയ്ത്. എന്നാൽ അവിടെ ദൈവം ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായി അദ്ദേഹത്തിനോട്. എന്താണ്? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഏതെങ്കിലും ആ ഭാഗം ഓർക്കുന്നുണ്ടോ? നമ്മുടെ ശലോമോന്റെ മകനായ യൊരോബെയാം യെരൂശലേം വാഴുമ്പോൾ യൊരോബെയാം എന്ന് പറയുന്ന ഒരു രാജാവ് ഇസ്രയേൽ വാഴുന്നുണ്ടായിരുന്നു. ആ രാജാവിന്റെ കാലത്ത് അദ്ദേഹം ദാനിലും ബഥേലിലും രണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കിയല്ലോ, സ്വർണ്ണ കാളക്കുട്ടിയെ, യെരൂശലേമിലേക്ക് ആരും പോകാതിരിക്കാനായിട്ട്. എന്നാൽ ദൈവം ഒരു പ്രവാചകനെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അയച്ചു. അപ്പോൾ ഈ ഇതിന്റെ അവിടെ ധൂപം കാട്ടുന്നതും ഈ രാജാവ് തന്നെയാണ്. ധൂപം കാട്ടുമ്പോൾ ഈ രാജാവിനോട് ഈ പ്രവാചകൻ വന്നിട്ട് പറഞ്ഞ്, ഈ യാഗപീഠത്തിൽ ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, യാഗപീഠമേ ദാവീദിന്റെ ഗോത്രത്തിൽ യോശുവാവെന്ന ഒരു പുത്രൻ ജനിക്കും. അവൻ നിനക്ക് 1 രാജാക്കന്മാർ 13:15 വാക്യം. അവൻ ഈ മനുഷ്യസ്ഥികളെ ഈ യാഗപീഠത്തിലിട്ട് എന്ത് ചെയ്യും? അതിനെ മലിനമാക്കും. എന്ന് വായിച്ച അതല്ല ബ്രദറെ, സ്തോത്രം. യാഗപീഠമേ ബഥേലിലേക്ക് വന്നു. അവൻ യഹോവയുടെ കൽപ്പനയാൽ യാഗപീഠത്തോട്, യാഗപീഠമേ 13:2 വായിക്കുന്നു, യാഗപീഠമേ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ദാവീദ് ഗൃഹത്തിന് യോശിയാവ് എന്ന് പേരുള്ള ഒരു മകൻ ജനിക്കും. അവൻ നിന്റെ മേൽ ധൂപം കാട്ടുന്ന പൂജാഗിരി പുരോഹിതന്മാരെ നിന്റെ മേൽ വെച്ച് അറുക്കുകയും മനുഷ്യാസ്ത്രീകളെ നിന്റെ മേൽ ചുട്ടുകളയുകയും ചെയ്യും. ആ യാഗപീഠത്തിനെതിരെ പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ്. ആ യാഗപീഠത്തിനെതിരെ ഒരു പ്രവചനം പ്രവചിച്ചു. അപ്പോൾ ഈ ധൂപം അർപ്പിച്ചുകൊണ്ടിരുന്ന രാജാവിന് കോപം വന്നു. രാജാവിന്റെ മുമ്പിലാണ് പറയുന്നത്. അപ്പൊ രാജാവ് അവനെ പിടിപ്പിനെന്ന് പറഞ്ഞിട്ട് വിരൽ ചൂണ്ടി. അങ്ങനെ ചൂണ്ടിയ വിരല് തിരികെ രാജാവിന് എടുക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ അത് തന്നെയല്ല, അത് ഹിമം പോലെ വെളുത്ത് കുഷ്ഠം പിടിച്ചു. അല്ലെ, നമുക്കറിയാം അതിന്റെ ചരിത്രമൊക്കെ. വരണ്ടുപോയി. ഓക്കെ. രാജാവ് കേട്ടപ്പോൾ അവൻ യാഗപീഠത്തിൽ നിന്ന് കൈ നീട്ടി അവനെ പിടിപ്പിനെന്ന് കൽപ്പിച്ചുവെങ്കിലും അവന്റെ നേരെ നീട്ടിയ കൈ വരണ്ടു പോയിട്ട് തിരികെ മടക്കുവാൻ കഴിവില്ല. അപ്പോൾ രാജാവ് പറഞ്ഞ്, ദൈവ ഇത് വലിയ പവറോട് കൂടിയാണ് വന്നിരിക്കുന്നത്, ഇവിടെ തന്റെ കളിയൊന്നും നടക്കില്ലെന്ന് മനസ്സിലായപ്പോൾ വീണ്ടും താണ് സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഈ ദേവദാസനോട് പറഞ്ഞു, നീ എന്റെ അരമനയിൽ വാ, നിനക്ക് ഞാൻ സമ്മാനം തരാം, നീ ഭക്ഷിച്ച് പാനം ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഈ ദേവദാസൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ പോയ വഴിക്ക് വരാതെയും അവിടുന്ന് ഭക്ഷിക്കുകയോ പാനം ചെയ്യാതെയോ ചെയ്യുകയോ അരുതെന്നും പറഞ്ഞിട്ട് യഹോവയുടെ കൽപ്പന ഉണ്ടായിരുന്നു. അങ്ങനെ അത് ആ രാജാവിന്റെ പക്കൽ നിന്ന് നിരസിച്ചെങ്കിലും താൻ മടങ്ങിപ്പോകുമ്പോൾ ഇത് വേറൊരു പ്രവാചകൻ അറിഞ്ഞിട്ട് ആ പ്രവാചകൻ തന്റെ 2 മക്കൾ അവിടെ ഉണ്ടായിരുന്നു. ആ മക്കൾ ഈ പ്രവാചകനോട് പറഞ്ഞ് യെരൂശലേമിൽ നിന്ന് ഒരു ദേവദാസൻ ഇങ്ങനെ വന്നിട്ടുണ്ട്, അദ്ദേഹം ഇങ്ങനെ ഈ യാഗപീഠത്തിന് നേരെ ഒരു പ്രവചനം പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ ഇവരുടെ അപ്പനായ ഈ മറ്റേ പ്രവാചകൻ ഇദ്ദേഹത്തിന് എതിരേൽപ്പാനായിട്ട് ചെന്ന്, എന്നിട്ട് വഴിയിൽ വെച്ച് ഇദ്ദേഹത്തിനെ കണ്ട് ഇദ്ദേഹത്തിനോട് പറയും, ദേവദാസനെ നിങ്ങൾ എന്റെ വീട്ടിൽ വന്നിട്ട് ഭക്ഷിച്ച് പാനം ചെയ്ത് ഇട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദൈവദാസൻ പറയും, പ്രവാചകൻ പറയും, എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്ന് ഭക്ഷിക്കരുത്, ഭുജിക്കുകയും അരുത്, പിന്നെ വന്ന വഴിയെ പോവുകയും ചെയ്യരുതെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രവാചകൻ പറഞ്ഞു, ഞാനും ഒരു പ്രവാചകനാണ്, എന്നോട് ദൈവം പറഞ്ഞ് ഇത് ഭക്ഷിക്കുകയും പാനം ചെയ്യുന്ന, എന്നെ കൊണ്ടുവന്ന് വീട്ടിലിരുന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹം ശരിയാണെന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്തു. അല്ലെ, സ്തോത്രം. ഭക്ഷിച്ച് പാനം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? പോണ വഴിക്ക് ഒരു സിംഹം ഇദ്ദേഹത്തിന് കൊല്ലുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ അത് വ്യർത്ഥവാക്കായിരുന്നോ സത്യമായ വാക്കായിരുന്നു? വ്യർത്ഥവാക്കായിരുന്നു. സ്തോത്രം. ദൈവം തന്നെ അനുവദിച്ചതാണ്. ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് പാഠമാണ് പഠിക്കാനുള്ളത്? സ്തോത്രം. എത്ര വലിയ ദൈവദാസനായാലും ദൈവത്തിന്റെ വചനത്തിന് വിരോധമായിട്ട് പറഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും അത് വലിയൊരു പാഠമാണ് നമുക്ക്. അത് ദൈവദാസന്റെ വലിപ്പമല്ല നമ്മൾ നോക്കേണ്ടത്, ദൈവവചനം. ദൈവവചനത്തിന്
അത്രമാത്രം പ്രാധാന്യമുണ്ട്. അത് ഒരിക്കലും ദൈവത്തിന് രണ്ടു വാക്കുണ്ടോ? ദൈവം ഈ ദൈവദാസനോട്, നമുക്ക് പലതും അറിയാലേ, നമ്മുടെ ബിലയാമിന്റെ കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ദൈവദാസനോട് ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ദൈവത്തിന് രണ്ടു വാക്കില്ല. ദൈവം സന്ദർഭങ്ങൾ അനുസരിച്ച് വാക്കുമാറുന്നവരല്ല. ദൈവം അതേപോലെ താൻ പറഞ്ഞ വാക്കാ, അത് തിരുത്തേണ്ട ഒരു അവസ്ഥ ദൈവത്തിനില്ല. നമുക്ക് പല വാക്കുകളും നമുക്ക് തിരുത്തി മാറ്റേണ്ടിയൊക്കെ വരും. ദൈവത്തിന് അങ്ങനെ ഇല്ല. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് പോവുകയാണ്, മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരു വാക്യം കൂടി വായിച്ച് ദൈവത്തിന് സ്തോത്രം. ഇത്ര സമയം കൂടി പോയി. എന്താണ്? ദൈവം നിങ്ങളെ കോപത്തിനല്ല, പക്ഷെ കോപത്തിനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ നമ്മളോട് ദൈവം കോപിക്കുവാനിടയായിട്ട്. സ്തോത്രം. ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. ഈ കോപം ദൈവം എന്ത് ചെയ്യും? പെട്ടെന്ന് നമ്മളോട് ചോദിക്കില്ല. ഇതാണ് അതിന്റെ പ്രശ്നം, അല്ലെ? ആ കോപം എന്ത് ചെയ്യും? ചരതിച്ചു വെക്കും. എന്ന് വെച്ചാൽ സംഗ്രഹിച്ചു വെക്കും കോപം. സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. 2:5. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തിലേക്ക് നിനക്ക് തന്നെ കോപം ഛർദ്ദിച്ചു വെക്കുന്നു. ഹല്ലേലൂയ. കാഠിന്യമുള്ള ഹൃദയത്താൽ, അനുതാപമില്ലാത്ത ഹൃദയത്താൽ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും ഒരു വാക്കിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു പ്രവൃത്തിയിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ, അവിടെ നമ്മൾക്ക് അനുതാപം വരുന്നില്ലെങ്കിൽ അത് നമുക്ക് കണക്കിടും. ദൈവം അങ്ങനെ മറന്നു കളയുന്ന ദൈവമല്ല. ദൈവം അങ്ങനെ മറക്കുന്നുവെങ്കിൽ ദൈവം അല്ലാതെയായി പോകും, അല്ലെ? ദൈവം നീതിമാനായ ദൈവമാണ്. ദൈവം എല്ലാവരോടും ദുഷ്ടന്മാരോട് ചോദിക്കുന്നത് പോലെ അതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മളോട് ചോദിക്കും. അപ്പോൾ ദൈവം നമ്മുടെ എന്തെങ്കിലൊക്കെ നിരപ്പ് പ്രാപിക്കാത്ത അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. അത് ചരിതിച്ച് വെക്കുമെന്ന് പറഞ്ഞാൽ ദൈവം നമ്മൾക്ക് അവസരങ്ങൾ തരികയാണ്. മാനസാന്തരപ്പെടുവാനുള്ള അവസരങ്ങൾ തന്നതുകൊണ്ട് അതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്, അത് നീ ഗണ്യമാക്കാതെ പോയാൽ ഈ തരുന്ന അവസരങ്ങള് നീ നീതിമാനായതുകൊണ്ടല്ല. വീണ്ടും വീണ്ടും നിനക്ക് സന്ദർഭങ്ങളൊക്കെ തരാം, ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാം. പക്ഷെ നീ ചെയ്ത തെറ്റ് നിരപ്പ് പ്രാപിച്ചിട്ട് വേണം താഴേക്ക് വരാൻ. അല്ലെങ്കിൽ അത് പോട്ടെ, എനിക്ക് ഞാൻ തൽക്കാലം ശിക്ഷയൊന്നും ഉണ്ടായില്ലല്ലോ, ഇനി ദൈവം അത് മറന്നു പോകില്ല, എന്നോട് ചോദിക്കില്ല. പക്ഷെ ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവം അത് കോപം ചരിതിച്ച് വെക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 10:26 കൂടി വായിച്ചിട്ട് നമ്മൾക്ക് നിർത്താം. ദൈവത്തിന്റെ സ്തോത്രം. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരുകളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയെയും ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാതെ അവിടെ എതിരുകളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയുമായി ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വമായിട്ട് പാപം ചെയ്ത ദൈവത്തിന്റെ കോപം വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്, അല്ലെ? അതിന്റെ അവസാന ഭാഗത്താണെന്ന് തോന്നണ എങ്ങനെ പറഞ്ഞിരിക്കുന്ന അല്ല, ആ അധ്യായത്തിന്റെ അവസാനം, അല്ലെ? ദൈവം അതിന്റെ ആ അധ്യായത്തിന് എബ്രായർ പകരം ചെയ്യും, അല്ല? ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. 12 അവസാന ഭാഗം, 12 അധ്യായത്തിന്റെ അതുകൂടി വായിച്ചിട്ട് നടത്താം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. നമ്മുടെ ദൈവം സ്നേഹവാനായ ദൈവമാണല്ലേ? അവൻ നീതിയുള്ളവനാണെന്ന് കൂടി നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയും കൂടിയാണ്. നമ്മുടെ ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്ന? നമ്മൾ അവന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുവാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതൊന്നും ചിന്തിക്കാതെ നമ്മുടേതായ ആ സ്വഭാവങ്ങളും ഇതും ദിനംതോറും വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരണ്ടേ? കർത്താവിന്റെ വരവില് നമ്മളെ എങ്ങനെയാണ് അവനോട് സദൃശന്മാരായി തീരുന്നത്? അവൻ പ്രത്യക്ഷനാകുമ്പോൾ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരായി തീരും. അപ്പോൾ നമ്മൾക്ക് ദൈവമക്കൾ, നമ്മൾക്കും അങ്ങനെ ആ യേശുവിനെ പോലെ, യേശു ഈ ലോകത്ത് എന്ത് മാതൃകയാണ് നമ്മൾക്ക് കാണിച്ചു തന്നത്, ആ മാതൃക പോലെ നമ്മളെ തന്നെ നമ്മൾ ഒരുക്കി കർത്താവിന്റെ വരവിനായി നമ്മൾക്ക് കാത്തിരിക്കാം. ഇത്രയും സമയം എന്നെ ക്ഷമയോടെ കേട്ട എല്ലാവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു.
ഇതിന് അവസരം ഒരുക്കിയ പ്രിയ ദേവദാസിനെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. സ്തോത്രം.